ഹലോ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ലവ്ഡ് വൺ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഓഫ് ഗ്രീഫിലൂടെ കടന്നു പോവുകയാണെന്നിരിക്കട്ടെ. ആൻഡ് യു വോണ്ട് സപ്പോർട്ട് ദാറ്റ് പേഴ്സൺ. പക്ഷെ നിങ്ങൾക്ക് അറിയില്ല എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. ആ ഒരാൾക്ക് അവരുടെ ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട ആളെ നഷ്ടപ്പെട്ടിട്ട് ആ ഒരു ഡിഫിക്കൽട്ട് ജേർണിയിലൂടെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു ജേർണിയിലൂടെ കടന്നു പോകുന്നു. ദ സ്ട്രഗ്ലിങ്, യു ക്യാൻ സീ ദാറ്റ്, ബട്ട് യു കനോട്ട് ഓർ യു ഡോണ്ട് നോ ഹൗ ടു സപ്പോർട്ട് ദാറ്റ് പേഴ്സൺ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ ഹാവ് സംതിങ് ടു ടെൽ യു. Me myself is a person who is going through grief right now, because I lost my daughter. സോ ആ ഒരു ജേർണിയിലൂടെ കടന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇങ്ങനെയുണ്ട്, സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല അല്ലെങ്കിൽ അറിയുന്നില്ല എങ്ങനെ ചെയ്യണം എന്നുള്ളത്. സോ വാട്ട് ഐ ക്യാൻ സജസ്റ്റ് ഇസ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു ഇസ് ടു ലിസൺ ദം. ഓക്കെ, ഇഫ് ദേ ആർ വില്ലിങ് ടു ടോക്ക്. അല്ല, സംസാരിക്കാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാരുണ്ടാവും, അവരുടെ നിർബന്ധിച്ച് അല്ലെങ്കിൽ കുത്തി കുത്തി ചോദിച്ച് സംസാരിപ്പിക്കണം എന്നല്ല. സംസാരിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും ആ നഷ്ടപ്പെട്ട ആളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അവർ ഗോ ത്രൂ ചെയ്യുന്ന ആ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. Me personally is a person who wants to talk about Nilu in whatever or whichever opportunities I get. Okay, because that is the only way I can make her memories alive, അല്ലെങ്കിൽ കീപ് ഹെർ മെമ്മറീസ് അലൈവ്. ഇപ്പം അവളുമായിട്ട് കൂടുതൽ മെമ്മറീസ് ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എനിക്ക് ലൈഫിലില്ല. സോ ദ ഓൺലി തിങ് ഐ ക്യാൻ ഡു ഇസ് ടോക്ക് അബൌട്ട് ഹർ ആൻഡ് ആ ഒരു മെമ്മറി അലൈവായിട്ട് നിർത്തുക എന്നുള്ളത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഐ മൈറ്റ് ക്രൈ, ഐ മൈറ്റ് ലാഫ്, ബട്ട് ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഐ ലവ് ടു ടോക്ക് അബൌട്ട് ഹർ. സോ അങ്ങനെയുള്ള ആൾക്കാർ അവർ സംസാരിക്കുമ്പോൾ, ആളെക്കുറിച്ച് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ജേർണിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴോ ജസ്റ്റ് ലിസൺ. അപ്പം നിങ്ങൾക്ക് ആ ഒരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു ഗോ ത്രൂ ചെയ്യുന്ന കാര്യം അത് ഫിക്സ് ചെയ്യാനൊരു ടെൻഡൻസി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവും അവർ പറയുമ്പോൾ. ബിക്കോസ് യു ലവ് ദാറ്റ് പേഴ്സൺ, യു വോണ്ട് ടു ഫിക്സ് ദാറ്റ്. പക്ഷേ ഫിക്സിങ് ഇസ് നോട്ട് എൻ ഓപ്ഷൻ ദർ. അത് ഫിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. ദ തിങ് യു ക്യാൻ ഡു ഇസ് ലിസൺ. കാരണം നിങ്ങൾ ഫിക്സ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയിൽ, ഗുഡ് ഇൻറ്റൻഷനിൽ നിങ്ങൾ പല കാര്യങ്ങളും പറയും. ചിലപ്പോൾ വേറൊരാളുടെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ കമ്പയർ ചെയ്തിട്ട് പറയും, ഓക്കെ അയാൾ അതൊക്കെ ഗോ ത്രൂ ചെയ്തു, നിനക്ക് ഇത്രയും അല്ലെങ്കിൽ അയാൾ ഇത്ര നാൾ ജീവിച്ചില്ലേ എന്നൊക്കെ കമ്പയർ ചെയ്ത് പറയാനൊക്കെ തോന്നും. പക്ഷേ ദാറ്റ്സ് നോട്ട് ഗോണ ഫിക്സ് എനിത്തിങ്. അത് കുറച്ചും കൂടി നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യത്തേ ഉള്ളൂ. വാട്ട് യു ക്യാൻ ഡു ഇസ് ജസ്റ്റ് ലിസൺ. ഗ്രീഫിന് വേണ്ടത് ആ ഒരു വിറ്റ്നസ് എന്നുള്ളൊരു സംഭവമാണ്. ഓക്കെ, നിങ്ങൾ അടുത്തിരുന്ന് ഫ്രം ദ ഹാർട്ട് ലിസൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രം ദ ഹാർട്ട് തന്നെ ലിസൺ ചെയ്യണം. ആൻഡ് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് തിങ് ടു ഡു, ബിക്കോസ് യു ആർ ഫ്രം ദ ഹാർട്ട് ലിസൺ ചെയ്യുമ്പോൾ യു ആർ ടേക്കിംഗ് എ പാർട്ട് ഓഫ് എ പെയിൻ ഫ്രം ദറ്റ് പേഴ്സൺ. അത് വളരെ ഡിഫിക്കൽട്ടാണ്. അത് മറ്റേ ആൾക്ക് മനസ്സിലാവുകയും ചെയ്യും എന്നുള്ളതാണ്. ബിക്കോസ് നിങ്ങൾ വെറുതെ ലിസൺ ചെയ്യുകയാണോ, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ലിസണിങ്, ഓർ ഫ്രം ദ ഹാർട്ട് ലിസൺ ചെയ്യുകയാണോ എന്നുള്ളത് ദറ്റ് പേഴ്സണിന് നല്ല വൃത്തിയായിട്ട് മനസ്സിലാവും. സോ അങ്ങനെ ലിസൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇഫ് യു ക്യാൻ ഡു ദാറ്റ്, you do that. That's the best thing you can do. Thank you.